ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. അപ്പോൾ മുത്തുമണികളെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, അലേഹ എവിടെ അത്? അൽഹംദുലില്ലാ, നമ്മളെ വീട് വെച്ചിട്ട് ഏകദേശം എത്രയായിമാ? ഒരു കൊല്ലം ആവാൻ വേണ്ടി പോവുകയാണ്. നവംബറിൽ ഒരു കൊല്ലമായി അല്ലേ? എത്ര പെട്ടെന്നാ ഒരു കൊല്ലമായി മക്കളെ. നവംബർ 27 ഞങ്ങളുടെ കല്യാണമായിരുന്നില്ലേ, നിക്കാഹ്. നവംബറിൽ ഒരുപാട് സംഭവം ഉണ്ട് അലേഹ. നോക്ക് നവംബറിൽ എന്തൊക്കെയുള്ളത് ഗൈസ്. അപ്പോൾ നവംബറിൽ ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ട്, പിന്നെ കുടിയിരിക്കൽ അല്ല വീടിൻ്റെ ഹൗസ് വാമിങ് നവംബറിലായിരുന്നു, ഒക്കെ നവംബറിലായിരുന്നു അല്ലേ? അപ്പോൾ എന്ത് എവിടെ? ഒരു പലിശ ഇതാ നിൽക്കണ, ഒരു പലിശ, രണ്ട് മുതല് പലിശ അല്ല. പുതിയ ഡ്രസ്സൊക്കെ എടുത്ത് നടക്കട്ടോ. ഡ്രസ്സ് ഇങ്ങനെ ഊരിച്ചാറുണ്ട്. ഇത് നമ്മളെ ഇവിടുത്തെ ചേച്ചി ഓൾക്ക് ഗിഫ്റ്റ് കൊടുത്താണ് കാശ്. ഇപ്പോഴാണ് ഓൾക്കത് പാകമായത്. പക്ഷെ ഷോൾഡർ കൊണ്ട് ഓൾക്ക് ഒന്നും കൂടെ പിടിച്ചു കൊടുക്കാണ്ട്. ഞാൻ പോണില്ല, അതാ നിക്കണേ. ടാറ്റാ, അത് അമ്മ പോണു. ഉമ്മ ഞാന് തുണക്കാര്യത്തിന് ഞാൻ കൊണ്ടുപോവാ. അതിന് മുന്നേ നമുക്ക് ഞാൻ ഇന്നലെ നിങ്ങൾക്ക് പറഞ്ഞായിരുന്നു ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് എന്ന്. അതിൻ്റെ സംഭവം എന്താ അറിയോ? ഇന്നലെ ഞാൻ വളാഞ്ചേരി പോയി. അവിടെ ഇതേമാതിരത്തെ കട്ടിലകളും അതേമാതിരി ജനലുകളൊക്കെ ഹോൾസെയിലായിട്ട് ഉണ്ടാക്കി കൊടുക്കണ സ്ഥലം. അതായത് ഗൈസ് ഇരുമ്പിൻ്റെ, സ്റ്റീലിൻ്റെ, അതും പലതരത്തിൽ. ഞാൻ വീട് വെക്കുന്ന ടൈമിലൊക്കെ കുറേ ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ ജനലുകളുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ കസ്റ്റമൈസേഷൻ ചെയ്യുന്ന നല്ലൊരു സ്ഥലം ഈ വീഡിയോയിൽ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അത് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എവിടെയും കിട്ടാത്ത പ്രൈസിലാണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നുണ്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീട് വെക്കണവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. 1-2 ജനലല്ല, ഇപ്പോൾ നിങ്ങൾ വീട്ടിലേക്കുള്ള എല്ലാ ടൈപ്പ് ജനൽസും വിൻഡോസും കട്ടളകളും എല്ലാം നിങ്ങൾക്ക് എന്താക്കാം, ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ 15 ദിവസം കൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഡെലിവറി കിട്ടും. അത് നിങ്ങൾ കേരളത്തിൻ്റെ ഏത് അങ്ങേ അറ്റാണെന്നുണ്ടെങ്കിലും സാധനം നിങ്ങൾക്ക് ഡെലിവറി ആയിട്ട് കിട്ടും. അതാകുമ്പോൾ നിങ്ങൾക്ക് ചിലവ് മീൻസ് എന്താ വെച്ചാൽ ടൈം സ്പെൻഡ് ചെയ്യണ്ട, മറ്റേ തിരഞ്ഞ് നടക്കണ്ട. അതും ടാറ്റയുടെ GIയിലാണ് ഓല് ചെയ്യണത്. പിന്നെ അത് മാത്രമല്ല, എന്താ ലേഹ, നിങ്ങളെ ഡിസൈൻ ഏതാണോ നിങ്ങൾ ആർക്കിടെക്ടർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിസൈനിൽ അവർ വരച്ചിട്ട് ചെയ്തു. കാരണം അവർക്കില്ല, സ്വന്തമായിട്ട് കമ്പനി തന്നെ ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊക്കെ ഞാൻ ഇന്നലെ പോയിട്ട് അവിടെ പോയി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് വന്നായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ അത് ഇട്ടുതരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇന്ന് അലേഹനെ കൊണ്ടുപോവുകയാണ് ഗൈസ്. ഇന്ന് അലേഹന മാത്രമല്ല, എനിക്ക് അവിടെ കുറച്ച് പരിപാടികളുണ്ട്. ഞങ്ങളോട് അന്ന് പറഞ്ഞാൽ ആ കുപ്പായ ഊരിച്ചാടും നോക്ക്. ഒരു പണിയേ, ആ കുപ്പായ ഒന്ന് പിന്നെ സൂചി അല്ല, അത് ഓൾക്ക് എന്താണെന്നറിയോ, അങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കണ്ട. ഒന്നും കൂടി തടി വേണം ഓള്. നല്ല രസമുള്ള ഡ്രസ്സ് കിട്ടോ, വൈറ്റും അല്ലേ. കയ്യിൽ വെച്ചിട്ട് ഇബളെയും കൊണ്ട് താഴത്തെ പെരേക്കും കുഞ്ഞാമ്മേന്റെ കടയിലേക്കും ഒക്കെ ഇങ്ങനെ നടന്ന് തെണ്ട. ചക്കര പാലക്കാടാകുമ്പോളേ അളിയങ്കാന്റെ കടയിൽ പോയില്ല, അത് ഓർമ്മ വന്നിട്ട് ഇപ്പൊ കട പോകുന്നിട്ട് ചാക്കിന്റെ ഉള്ളില് മറിഞ്ഞു തിരിക്കണതു. ഓക്കെ ഗായ്സ്, അപ്പൊ എന്തായാലും അടുത്ത മാസമാണ് നമ്മള് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഒരു വർഷം തികയാൻ വേണ്ടി പോവാണ്. നമ്മുടെ മക്കളൊക്കെ വലുതായി വരുന്നോണ്ട് പെരക്ക് ഇതുവരെ ഒരു കോട്ടം ഇല്ല. ഇനി ഇവര് അടുത്ത കൊല്ലം ഈ പെര എങ്ങനെ ഉണ്ടായാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വരക്കല് തുടങ്ങി കഴിഞ്ഞാല് ഞാൻ ഉണ്ടല്ലോ കയ്യില് ഞാന് പണി തരും കേട്ടോ. അത് മക്കൾ അങ്ങനെയൊക്കെ തന്നെ അല്ല, പോവാനിട്ടാണ് ഈ തൊള്ളടുന്നത്. എല്ലാവർക്കും ഒരു അവ കൊടുത്താ, അലേഹ. അലേഹന്റെ അവ കിട്ടി മക്കളെ. പല്ലൊക്കെ ഉള്ളിക്കാണ് കേട്ടോ. എല്ലാവർക്കും സുഖല്ലേ ചോക്ക്. ഉമ്മ തന്നൊക്കെ കുട്ടി ഉമ്മ തന്നോണ്ടേ നിൽക്കൂട്ടോ അല്ലേ. അതാ ഒറ്റയും തരുന്നുണ്ട് കൈസ് നിങ്ങൾക്ക്. ഒറ്റ കൊടുക്കല്ലേ പാവങ്ങളാ. എന്തായാലും ഇന്നലെ ഞാൻ പോയ അവിടുത്തെ വീഡിയോസ് കണ്ടോളിയും. കാരണം നിങ്ങൾ വീട് വെക്കണവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഭയങ്കര ഹെൽപ്ഫുള്ളാവും. നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്താൽ പിന്നെ വേറെ എവിടെയും കിട്ടാത്ത പ്രൈസിനാണ് സാധനം നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത്. അത് മൊത്തത്തിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല മെച്ചാവും.
നിങ്ങൾക്കല്ല നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും വീട് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിൽ എവിടെയും അവർ ചെയ്തു കൊടുക്കുന്നതാണ്. അത് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഡിസൈനിൽ ഏത് തരത്തിലും ഒരു റൗണ്ട് ആണെങ്കിൽ റൗണ്ടും എല്ലാ തരത്തിലും ഒരു കസ്റ്റമൈസ് ചെയ്ത് തരും. അതും നല്ല ക്വാളിറ്റിയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തു തരും. ഇന്നത്തെ കാലത്ത് അധികം സ്റ്റീൽ വിൻഡോസാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ തിരഞ്ഞ് നടക്കണ്ട, എല്ലാം പെരേക്ക് മൊത്തത്തിൽ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഡെലിവറി ആയിട്ട് തന്നെ കിട്ടും. നിങ്ങൾ എഞ്ചിനീയർക്ക് പോലെ നമ്പർ അയച്ചു കൊടുത്തോളി. എന്തായാലും അവിടുത്തെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും മോഡൽസും ഞാൻ അതിൽ കാണിച്ചു തരാം. ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ അറിയിക്കാം. ഫൈനലി നമ്മൾ എത്തിയിട്ടുള്ള എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളാഞ്ചേരിയിൽ നമ്മുടെ ഹസ്സ ഡോർ ആൻഡ് വിൻഡോസിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ആളുകൾ ഇതുപോലത്തെ സ്റ്റീൽ വിൻഡോ ആണ് യൂസ് ചെയ്യുന്നത്. ഇവരുടെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വലിയ ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും എത്ര വലുപ്പമുള്ള ജനലാണെങ്കിലും എത്ര ചെറിയ ജനലാണെന്നുണ്ടെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് തരും. അതിൻ്റെ ഒരുപാട് മോഡൽസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. പിന്നെ എവിടെയും കിട്ടാത്ത പ്രൈസിലാണ് നിങ്ങൾക്ക് ഇത് കിട്ടുകയും ചെയ്യുന്നത്. ഹൈറ്റ് ഉള്ളത് ലിവിംഗിലേക്കുള്ളതാ? ലിവിംഗിലാണ്. ഈ പോർഷനൊക്കെ ടഫൻ ഗ്ലാസ് വരുന്നതാണ്, അതുകൊണ്ടാണ് ഇതിലൊന്നും ഗ്രില്ല് കാണാത്തത്. ഗ്രില്ലില്ല. അതുപോലെ തന്നെ വിൻഡോ ഒക്കെ നോക്കിയേക്ക് ഇതാണ്ടോ, ഇത് ഐമാക്സിലാണ് ചെയ്തിട്ടില്ല. നമുക്ക് ഏത് ആംഗിളിലും ഓപ്പൺ ആക്കാൻ പറ്റുന്ന രൂപത്തിലാണ്. അതായത് പുറത്തുനിന്ന് ഇതിന്റെ ഇതൊന്നും ഇഞ്ചസ് ഒന്നും ഇവിടെ കാണാനല്ലോ അല്ലേ? കാണാൻ പറ്റില്ല, ഇഞ്ചസ് ഒന്നും കാണില്ല. പുറത്തുനിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഒരു ഫിക്സഡ് ഗ്ലാസിന്റെ ഫീൽ കിട്ടും. ഫിക്സഡ് ഗ്ലാസ്. പിന്നെ അത് മാത്രമല്ല ഇവരത്ത് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. എന്താ ഇത് ഓട്ടോ ലാച്ച് എന്ന് പറയും. അതായത് നമ്മൾ സാധാരണ ഇതേപോലത്തെ കുറ്റിയും കൊളുത്താണ്, അതിന് പകരമായിട്ട് ചെയ്യുന്നതാണ് ഈ ഓട്ടോ ലാച്ച്. അതായത് നമുക്ക് വീടിന്റെ പുറത്തുനിന്ന് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അത് ലോക്കാവും. പിന്നെ ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ വീടിന്റെ ഉള്ളിൽ നിന്ന് ഓപ്പൺ ആക്കാൻ പറ്റും. ഇതുകൊണ്ടുള്ള ഉപകാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മളൊക്കെ വീട്ടിൽ എന്താന്ന് വെച്ചാൽ കാറ്റടിക്കുമ്പോ ഈ ഡോറ് വന്ന് ഇങ്ങനെ ചുമരും മാറ്റിട്ട് അതിന്റെ പണി തീരും. അതെ, ഗ്ലാസ് എല്ലാം പൊട്ടിപ്പോവും. ഇത് ഉണ്ടാകുമ്പോ ആ പ്രശ്നം വരില്ല. അതായത് നമുക്ക് ഒരാളുടെ സഹായമില്ല. മറ്റേ നമ്മൾ ഈ ചിലപ്പോ അടിയിൽ വല്ല പണിയൊക്കെ എടുക്കുന്ന ടൈമിലാണെങ്കിൽ മുകളിലത്തെ ജനലാവും ഇങ്ങനെ അടക്കുണ്ടാവുക. ഇത് ചിലപ്പോൾ ഒറ്റടവേ അടക്കുള്ളൂ, പിന്നെ ഇത് അടക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഓട്ടോമാറ്റിക്കലി ഈ സാധനം ലോക്കായി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എവിടേക്കെങ്കിലും പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇനി ഉള്ളിൽ പുറത്തുനിന്ന് ഡോറൊക്കെ കുറ്റിയിട്ട് പുറത്തിറങ്ങി നമ്മൾ വാതിലൊക്കെ കുറ്റിയിട്ട് അയ്യോ ഒരു ജനൽ അടക്കാണ്ടെന്ന് വെക്കുമ്പോൾ ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്ന് മുന്തി കൊടുത്താൽ പിന്നെ അകത്ത് പോയിട്ട് ലോക്കാക്കേണ്ട ആവശ്യമില്ല. 2-3 ഉപകാരം ഇതുകൊണ്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ ഏതൊരു മെറ്റീരിയൽ ഉപയോഗിക്കണം? ഇതിന്റെ പ്രോഡക്റ്റ് ഫുള്ള് വരുന്നത് ടാറ്റയാണ്. ടാറ്റന്റെ GI ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ടാറ്റനല്ലേ ഇതിന്റെ സംഭവം മെയിൻ? അതെ അതെ, നമ്മള് നല്ലട്ടോ ഏകദേശം ആൾക്കാരത്തൊക്കെ ടാറ്റ ഉണ്ട്. ചില പറ്റ് ലോക്കൽ ചെയ്യുന്ന ആൾക്കാർ മാത്രം ടാറ്റ അല്ലാത്ത ചെയ്യുന്നുണ്ടാവുക. ഇപ്പൊ ടാറ്റന്റെ ഉപയോഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് നല്ല ക്വാളിറ്റി സാധനം. അപ്പം നമ്മളോട് ചെയ്തതൊക്കെ ടാറ്റ തന്നെയാണ്. അതിപ്പോൾ 1 ഇയർ ആയിട്ട് നമുക്ക് കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇത് നിലവിലില്ല കേട്ടോ. പക്ഷേ ടാറ്റയിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ വേറെ എവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇത് മാത്രമല്ല, ഇതാ ഇനി ഇവിടെ കട്ടിലിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുള്ളതും ഈ ഒരു കട്ടിലാണ്. ഏകദേശം ഇത് എത്ര ഇഞ്ചാണ് വരുന്നത്? വെട്ടലിന്റെ വീതി വരുന്നുണ്ട്. വെട്ടലും അതേപോലെ തേപ്പും കൂടി 9 ഇഞ്ച് സൈസ് വരുന്നുണ്ട്. ഇതിന്റെ പ്രൈസ് എത്ര വരുന്നത്? ഇത് ഏകദേശം 9 രൂപേന്റെ അടുത്താണ് ഇതിന്റെ റേറ്റ് വരുന്നത്. നമ്മൾ മരത്തിന്റെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കി എത്ര പൈസ. അപ്പൊ ഞാൻ ഇൻഡോടെ വെച്ചിട്ടുള്ളത് ഇതാണ്. കാരണം എന്താ വെച്ചാൽ ഇത് മരത്തിന്റെ മാതിരി ഡിസൈൻ ആക്കി മാറ്റിയിരിക്കുന്നത്. നല്ല കോൺക്രീറ്റ് കയറി കഴിഞ്ഞാൽ ഇത് എവിടേക്കും അനുകൂല. പക്ഷെ അത് കോൺക്രീറ്റ് കയറ്റുന്നത് വൃത്തിക്ക് കയറ്റണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് കോൺക്രീറ്റ് കയറ്റുന്നത് ഇതിന് കംപ്ലൈന്റ് ഉണ്ടാവാതിരിക്കാനല്ല. ഇതിങ്ങനെ അത് നമ്മൾ പണിയെടുക്കുന്ന ടൈമിൽ കറക്റ്റ് ശ്രദ്ധിക്കുന്ന വേണം. അത് ഇതിന്റെ കുഴപ്പം കൊണ്ടല്ല, നമ്മൾ കറക്റ്റായിട്ട് ആ പണിക്കാരൊപ്പം നിന്നിട്ട് നമ്മളത് ചെയ്യണം എന്നുള്ളതാണ്. ഇനി അത് മാത്രമേ നമുക്ക് ഇവിടുത്തെ കുറച്ച് മോഡൽസും കൂടെ കാണിച്ചു തരാം. ഇതാ കോർണർ വിൻഡോ വരുന്നുണ്ട് അല്ലേ? കോർണർ വിൻഡോ ഇത് ഇവിടേക്ക് നമ്മൾ യൂസ് ചെയ്യല്ലേ? ഇത് നമ്മൾ വീടിന്റെ കോർണർ വരുന്ന ഭാഗം ഉണ്ടാവില്ല, അതായത് ഇവിടെ ചുമര് വരുന്നിടത്ത് ജനല് വരും. ചുമരുണ്ടാവില്ല ഈ ഏരിയയിൽ, ചുമരുണ്ടാവില്ല കോൺ ഭാഗത്ത് ചുമരുണ്ടാവില്ല. അതിന് പകരമായിട്ട് അതായത് ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു വീടിന്റെ പുറത്തേക്ക് ഒരു അഡീഷണൽ ഒരു സ്ലാബ് ഒക്കെ വർക്കുമല്ലോ, അപ്പൊ അവിടെ വിൻഡോ വെക്കണം. ഈ ബാവിൻഡോ ആയിട്ട് വെക്കുന്ന ആൾക്കാരുണ്ട്. അതിന് ഈ ഒരു എൽ ഷേപ്പിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ആ എൽ ഷേപ്പിൽ ഒരു കസ്റ്റമൈസ് ചെയ്ത് തരും. പിന്നെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായ 2-3 സാധനങ്ങളാണ്. ഞാൻ ഇത് വേറെ എവിടെയും കണ്ടിട്ടില്ല. അതായത് ഇതെന്താ കോർട്ട്യാർഡിലേക്കാണോ? ഇതെന്താ സംഭവം? ഇത് കോർട്ട്യാർഡ്, അതേപോലെ നമ്മളെ ലിവിംഗ് ഏരിയ ഒക്കെ ഉണ്ടല്ലോ, ഗാർഡൻ ഒക്കെ ചെയ്യുന്ന ഏരിയ, ആ ഏരിയയിലൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണത്. അതായത് തുറക്കാൻ കഴിയും. ഇത് നമുക്ക് ഡോറായിട്ട് ഓപ്പൺ ആക്കാം. ഡോറായിട്ട് ഓപ്പൺ ആക്കാൻ കഴിയുന്നുണ്ട്. ഇതെന്താ സംഭവം? അത് വിൻഡോ. അതായത് നമ്മൾ ഡോർ ക്ലോസ് ചെയ്തതിന്റെ ശേഷം നമുക്ക് ഗ്ലാസ് മാത്രം ഓപ്പൺ ആക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡോർ ക്ലോസ് ചെയ്തതിന്റെ ശേഷം നമുക്ക് ഇത് ഓപ്പൺ ആക്കാം. ഗ്ലാസ് മാത്രമായിട്ട് ഓപ്പൺ ആക്കാൻ പറ്റും. ഇതിന് ലോക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്, അതായത് കൊണ്ടുപോയി വെച്ചാൽ മതി, വേറെ ഒരു പണി എടുക്കേണ്ടത്. ഇതിന് ഗ്ലാസ് മാത്രം ഉണ്ട് ആവശ്യം. ഗ്ലാസ് ഇത് വീട് പണി കഴിഞ്ഞാൽ പിന്നെ പെയിന്റിങ്ങും ബാക്കി എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. 2 പണി മാത്രം. ഇത് നോക്കിയേക്ക്, നല്ല അടിപൊളി
ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു വിൻഡോ. എനിക്ക് ഇതിന്റെ കമ്പിയൊക്കെ ഭയങ്കര, ഇതിന്റെ കമ്പി എന്താ സാധനം? ഇത് 12 mm പോളിസ്റ്ററാണ്, നല്ല ഫിനിഷിംഗ് ആയിക്കാരം. ഫിനിഷിംഗ് ആണ്. അത് ആ ഒരു വൃത്തി ഇതിന് കിട്ടുന്നുണ്ട്. നമ്മളെ പഴയ മനകളിലൊക്കെ മരത്തിൽ പണ്ട് ചെയ്ത് വെച്ചു ആ ഒരു സാധനം ഇവിടെ ഇരുമ്പില് സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. പോളിസ്റ്ററാഡിലാണ്. അതേപോലെ ഇതിനൊരു സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി, ലെങ്ത് കൂടുമ്പോൾ ബെൻഡ് വരാതെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പട്ട ചെയ്യുന്നത്. ഇതിനും ആ സാധനം ഒരു കാറ്റ് കൊടുത്ത എല്ലാത്തിനും ആ സാധനം ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഇതൊക്കെ കാലിക്കറ്റുള്ള ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. അതിൽ ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ഈ ഓട്ടോ ലാച്ച് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അതല്ല, ഇവിടെ വലിയ വിൻഡോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മുകളില് ഇത് ലൂവറാണ്, അതായത് നമുക്ക് എയർ പാസ് കിട്ടാൻ വേണ്ടിട്ട്, വീടിന്റെ ഉള്ളിൽ എയർ പാസ് കിട്ടാൻ വേണ്ടിട്ട്. ഓക്കെ. ഇനി അതല്ല, നമുക്ക് ഈ 3 കള്ളി ജനലിനൊക്കെ എന്താ പ്രൈസ് വരുന്നത്? ഇത് 3 കള്ളി വരുന്നത് 10,100 റേറ്റ് വരാം. 3 കള്ളി ജനലിന് 16 ഗേജ് ആണ് ഷീറ്റ്, ടാറ്റന്റെ GI. ഇപ്പൊ സാധാരണ നമ്മളൊരു വീട് വെക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇതിപ്പോ മരത്തിലാണെങ്കിലും എന്തിലാണെന്നുണ്ടെങ്കിലും ഇതില് ഒരു ഗ്ലാസ് ഇടേണ്ട ആവശ്യം മാത്രം, ഇതാണ് കൊണ്ടുപോയി വെച്ചാൽ മാത്രം മതി. ഒരു ഗ്ലാസ് ഇട്ട് പെയിന്റ് അടിക്കേണ്ട ആവശ്യം അത് മാത്രം. ബാക്കി എത്ര പ്രൈസ് പറഞ്ഞേ? 10,100 നമ്മളെ സിംഗിൾ പീസിന്റെ റേറ്റ് വരുന്നത്. ഇതെന്താ സംഭവം? ഇത് വിൻഡോ ആണോ അതോ ഡോറാണോ? ഇത് നമ്മൾ കോട്ടിയാടുക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പ് ഡോറാണ്, സ്ലൈഡിംഗ് ഡോർ എന്ന് പറയും. സ്ലൈഡിംഗ് ഡോറാണ്. ഭയങ്കര കംഫർട്ട്. നോക്കിയൊക്കെ നമുക്ക് അതൊക്കെ 2 ചെറുവിരലുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ മാറ്റാൻ കഴിയുന്നുണ്ട്. ഇത് എപ്കോന്റെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്, അതുകൊണ്ട് കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഫിറ്റിംഗ്സ് വരുന്നത് എപ്കോ ആണ്. അതായത് സാധാരണ എല്ലാവരും അവിടെ ഗ്ലാസും കാര്യങ്ങളൊക്കെ ചെയ്യല്. അത് ഇതാവുമ്പോ എന്താ വെച്ചാൽ ഇതിന് നല്ലൊരു ഒരു മറ്റേ കളർ പെയിന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയാവും. ആ ഒരു കളർ പെയിന്റ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയാവും അല്ലേ? അതെ അതെ. ഇത് പ്രൈമർ ഫിനിഷിലാണ്, പെയിന്റ് ചെയ്യാണ്. ഇനി അത് മാത്രല്ല, ഇതിന്റെ തുറക്കണ വിൻഡോ ഇവിടെ കാണാണ്ട്. ഇതെങ്ങനെ അത് സ്ലൈഡിംഗ് ആയിരുന്നു. അത് സ്ലൈഡിംഗ് പറഞ്ഞാൽ നമുക്ക് ഓപ്പൺ ആക്കാൻ സ്പേസ് ഇല്ലാത്ത ഏരിയയിലൊക്കെ സ്ലൈഡ് ചെയ്യാൻ പറ്റും. ഇത് ഓപ്പൺ ആക്കാൻ സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റിയ ഓപ്പണിംഗ് ടൈപ്പ് ആണ്. ഇനിയിപ്പോ നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് മെയിൻ ഡോർ ആയിട്ട് യൂസ് ചെയ്തു. എത്ര സൈസിലേക്ക് അവൈലബിൾ അല്ലേ? ഇത് 4x2 ആണ്. ഇനി ഇത് സൈസ് നമുക്ക് കൂട്ടാൻ പറ്റും, 9 ഇഞ്ച് 8 ഇഞ്ച് ഏത് സൈസിലും ചെയ്തു. കാരണം നമ്മൾ സിറ്റ് ഔട്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വിൻഡോ എന്തായാലും ആവശ്യമാണല്ലോ. ഇതിന് അറ്റാച്ച് ചെയ്തിട്ട് തന്നെ ഒരു വിൻഡോ വരുന്നുണ്ട്, 2 ഡോറ് വരുന്നുണ്ട്, ഈ പുറത്ത് ഒരു വിൻഡോ വരുന്നുണ്ട്. അപ്പൊ വലിയൊരു സ്പേസ് ആയി. അപ്പൊ ഇതിന്റെ തിക്നെസ് കൂട്ടണമെങ്കിൽ കൂട്ടാൻ പറ്റും. 9 ഇഞ്ച് 6 ഇഞ്ച് 5 ഇഞ്ച് ഏത് സൈസും ആക്കാം, ഏത് സൈസിലേക്ക് കൂട്ടാൻ പറ്റും. എല്ലാ ചാനലിലും ഓരോ വാതിലുള്ളൂ. ഇതിനെന്താ 2? ഇത് വീടിന്റെ ഉൾഭാഗത്ത് വരുന്നതാണ് ഈ ഡോറ്, അത് വീടിന്റെ പുറംഭാഗത്ത്. ഇത് ഗ്ലാസ് ഇടാളാണ്. അതേപോലെ ഇതിൽ വരുന്നത് മോസ്കിറ്റോ മെഷ്, അത് കൊതുകിന്റെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഓപ്പൺ ആക്കിയിട്ട് ഇത് ക്ലോസ് ചെയ്തിടാൻ പറ്റും. അതേപോലെ ഇത് ലോക്ക് ആക്കാൻ നല്ല സിമ്പിൾ. അതിൽ പുഷ് ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ലോക്കായി വലിച്ച ഓപ്പൺ ആവും. മറ്റേ ലോക്കിന്റെ മാർക്ക് ഉള്ളിൽ നിന്ന് ഓപ്പൺ ആക്കേണ്ട ആവശ്യം, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താലേ ലോക്കാവും. ഇത് വരുന്നത് കമ്പി പട്ടയാണ്. ഇതിപ്പോ ഇരുമ്പിലാണല്ലോ, ഇത് സ്റ്റീൽ വരുന്നുണ്ടോ? അതെ, അത് SS വരുന്നുണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്നുണ്ട്. ഇതിന്റെ വിജാഗിരി ഒന്നും പുറത്തില്ലല്ലോ. ഇതിൽ വരുന്നതേ നമ്മൾ സാധാരണ വിജാഗിരി ഇഞ്ചസ് ഒക്കെ പുറത്ത് കാണുന്ന ടൈപ്പാണ്. ഇതിൽ വരുന്ന നമുക്ക് IMAX ഇഞ്ചസ് ആണ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റിയ. അതായത് ടേപ്പൊക്കെ കഴിഞ്ഞ് ജനലാണ്ട് വെച്ച് കഴിഞ്ഞാല് ടേപ്പാണോ ജനലാണോ ഒന്നും കൂടി അറിയില്ല. കറക്റ്റ് ഫുൾ ഫിനിഷിംഗിൽ നിൽക്കും. നമുക്ക് ഇത് ഏത് ആംഗിളിലും ഓപ്പൺ ആക്കി ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. നമുക്ക് ഏത് ആംഗിളിലും ഓപ്പൺ ആക്കിയാലും ഇത് ക്ലോസ് ആയി പോകില്ല. മറ്റേ വിൻഡോ ഒക്കെ നമുക്ക് ഇതേപോലെ ഓപ്പൺ ആക്കിയാല് കുറ്റിയും കൊളുത്തിട്ട് ഒരു ആംഗിളിൽ നമുക്ക് ഓപ്പൺ ആക്കാം. ഇത് നമുക്ക് ഏത് ആംഗിളിലും ഓപ്പൺ ആക്കാം, കാറ്റടിച്ചാലും ക്ലോസ് ആവില്ല, അങ്ങനത്തെ ടൈപ്പിലാണത്. ഇനി അതാ അവിടെ ഒരു 3 കള്ളി, ഇത് ഒരു വരിയുമെന്ന് നോക്കുന്ന നമ്മള് സിറ്റ് ഔട്ടിലൊക്കെ ചെയ്യില്ലേ, നേരത്തെ കണ്ട ഒറ്റക്കള്ളി ഉണ്ടല്ലോ, അതായത് സെപ്പറേറ്റ് കട്ടിലും ഈ വിൻഡോ വെക്കുന്ന ആൾക്കാർ. അതെ, അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയാണ്. അതായത് നമ്മൾ ഒരു കല്ലുമെന്ന് നേരെ താഴെ വരെ ലൂവർ ഡിസൈൻ വരുന്നുണ്ട്. അതേപോലെ ഇതിന്റെ ഈ വിൻഡോ ഒക്കെ കൊടുത്ത് നോക്കി നല്ല അടിപൊളി ഡിസൈൻ. ഇതിൽ ചെക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു ഇതേപോലത്തെ ഒരു പെയിന്റ് ചെയ്തതാണ് ഡിസ്പ്ലേ കാണാൻ വേണ്ടിട്ട്. ഇതൊക്കെ ഒരു ഫുൾ പ്രൈമർ മാത്രമാണ്. അതെ, പ്രൈമറിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുക. കസ്റ്റമർ അവർക്ക് ഏതാ വേണ്ട ചില വീട് പെയിന്റ് ചെയ്യുന്ന ആൾക്കാർ പെയിന്റിനനുസരിച്ചിട്ട് പെയിന്റ് മാറ്റണം അല്ലേ? നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർ പറഞ്ഞാൽ കണ്ണൂരുണ്ട്, കൊല്ലുണ്ട്, തിരുവനന്തപുരം ഉണ്ട്, കർണാടക ഒക്കെ വരെ ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ഞമ്മക്ക് ഇത് കിട്ടൂലല്ലോ എന്ന് പറഞ്ഞാൽ ഓലിക്ക് എന്താണ് ഓപ്ഷൻ? ഓലിക്ക് എന്താ വെച്ചാൽ നമുക്ക് ഇത് കസ്റ്റമർക്ക് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ കമ്പനി നേരിട്ട് വന്നിട്ട് കാണണമെങ്കിൽ കാണാം. നമുക്ക് ഇതിന്റെ മെറ്റീരിയലിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതേപോലെ കസ്റ്റമർക്ക് ഇനി വരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതിന്റെ പ്ലാൻ നമുക്ക് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി. കൊട്ടേഷൻ ഇട്ട് കൊടുക്കും. അതേപോലെ അഡ്വാൻസ് ഇട്ട് മുതൽ 15 ദിവസത്തിന് 10 to 15 ദിവസത്തിന്റെ ഉള്ളിൽ സൈറ്റിൽ ഫ്രീ ഡെലിവറി ഉണ്ടാവും. അത് കേരളം, തമിഴ്നാട്, കർണാടകയും ചെയ്ത് കൊടുക്കും നമ്മള്. അപ്പോൾ ഫ്രീ ഡെലിവറി ആയിട്ട് നിങ്ങളെ അത് വെറും 15 ദിവസം കൊണ്ടൊക്കെ സാധനം നിങ്ങളെ പെരേക്ക് എത്തുന്നുള്ളതാണ്. കാരണം എത്തും. ഇവിടെ അത്രയും പണിക്കാരും വർക്കേഴ്സും അവിടെ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് ഉണ്ട് അല്ലേ?
ഇപ്പൊ നിലവിൽ നമുക്ക് എവിടെയൊക്കെ റണ്ണിങ് നമ്മൾ കേരളം, തമിഴ്നാട്, കർണാടക ഒക്കെ ഇപ്പൊ നിലവിൽ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. നമ്മളവിടെ പോയപ്പോ തന്നെ ഉള്ളിൽ ഫുള്ള് ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ വിടുന്നുണ്ട്. അപ്പൊ എന്തായാലും അതിന് മനസ്സിലാക്കാതെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സാധനം ഇവിടുന്ന് നന്നായിട്ട് പോകുന്നുണ്ട്. പോവാൻ കാരണം എന്താ വെച്ചാൽ എവിടെയും കിട്ടാത്ത പ്രൈസിലുമാണ് ഇവർ കൊടുക്കുന്നത്. നമ്മളിവിടെ ഹോൾസെയിലാണ് ചെയ്യുന്നത്. ഇപ്പൊ ഹോൾസെയിൽ ചെയ്യുന്ന ഷോപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താല് ഹോൾസെയിൽ റേറ്റിലും കൊടുക്കാൻ പറ്റും. ഓൾക്ക് ഹോൾസെയിലിൽ കൊടുക്കും. ഇനിയിപ്പോ നിങ്ങൾ ഡയറക്റ്റ് വീട് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എഞ്ചിനീയർമാർക്ക് വേറെ റേറ്റിലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ എന്തായാലും എഞ്ചിനീയർ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ നേരെ എഞ്ചിനീയർക്കാണ്ട് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഫുൾ ഡീറ്റെയിൽസ് ഇവരോട് ചോദിച്ചോളാൻ പറഞ്ഞോളി. കാരണം വീട് പണി പെട്ടെന്ന് ആക്കുകയും ചെയ്യുക, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കുക, അതാണ് മെയിൻ കാര്യം. മക്കളെ നിങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ വീട് വെക്കുക പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷൻ. കാരണം ഇന്നത്തെ കാലത്ത് കൂടുതൽ ആളുകളും സ്റ്റീൽ വിൻഡോസാണ് ചെയ്യുന്നത്. അത് ഇതുപോലത്തെ ഡിസൈനിലും അതേമാതിരി ഇതുപോലത്തെ കുറേ ഉപകാരമുള്ള സാധനങ്ങൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? കാരണം വീട് നമ്മൾ ഒരിക്കലാണ് ചെയ്യുക, പിന്നീട് വീട് പണിയുമ്പോൾ ഒന്നും നിൽക്കില്ല. അപ്പം ചെയ്യുന്നത് കറക്റ്റ് വൃത്തിക്ക് ചെയ്യുക, അതേപോലെ ഓരോ മോഡലിൽ ചെയ്യുക എന്നുള്ളതൊക്കെ എല്ലാവരുടെയും സ്വപ്നമാണ്. വീട് പണി ഞാൻ ഒരു വീട് പണി ചെയ്ത ആളാണ്. കുറേ ആളുകൾക്ക് വീട് വെച്ചും കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ പൈസക്കല്ല, ഓരോ പണി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വിൻഡോസിൻ്റെ ഇതിൻ്റെയൊക്കെ കാര്യം ഞാൻ നോക്കുമ്പോൾ പെർഫെക്റ്റ്ലി ഓക്കെയാണ്. കാരണം അത്രയും സ്മൂത്തും കാര്യങ്ങളും എല്ലാതും ഫിനിഷിങ്ങിൽ അതിൽ വർക്കിൽ എവിടെ ഒരു ഫോട്ടോ കാര്യങ്ങളൊന്നുമില്ല, നല്ല ഫിനിഷിങ്ങിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒറ്റ നോട്ടത്തിൽ നമുക്കിത് സ്റ്റീൽ വിൻഡോ ആണെന്നൊന്നും നമുക്ക് തോന്നില്ല. കാരണം ഇതിപ്പോൾ പ്രൈമർ അടിച്ചതാണെങ്കിൽ പോലും എല്ലാം ഭയങ്കര ഫിനിഷിങ്ങിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചൂസ് ചെയ്യാൻ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങളെ നമ്പർ കൊടുക്കാം. നമുക്ക് കസ്റ്റമർക്ക് ഇതിന്റെ മോഡൽസ് എന്തെങ്കിലും കാണാൻ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കിയാൽ, അപ്പോൾ ഞാൻ ഇവരെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ മോഡൽസ് ഇവരടുത്ത് അതിൽ കാണാൻ കഴിയും. അപ്പോൾ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഇനി ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യണമെങ്കിൽ അവരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വിളിച്ചോളി, അടിപൊളിയാണ്.